യാമി യാമിക്കുട്ടി ഇതാ പതിവ് പോലെ ചായയുടെയൊക്കെ കഴിഞ്ഞ് മോർണിംഗ് റൊട്ടീനായിട്ട് പപ്പൻ്റെ കൂടെ പുറത്തിറങ്ങിയതാട്ടോ. സ്കൂട്ടി കഴുകലും ഒക്കെ തിരക്കാണ്. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, ചെറിയ കുട്ടികളാകുമ്പോൾ എല്ലാ ജോലി ചെയ്യാനും അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി. എല്ലാവരും പറയുന്ന പോലെ വലിയതാകുമ്പോൾ ഇതൊക്കെ കണ്ടാൽ മതി. ഇപ്പൊ ഞങ്ങൾക്ക് പുറത്തൊക്കെ ഒന്ന് പോകാനുണ്ട്. യാമിക്കുട്ടിനെ കുളിപ്പിച്ച് ഒരുക്കണം. എണ്ണക്കുപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചില്ല, എടുക്കാൻ എളുപ്പത്തിന് ആക്കി വെച്ചതാണ് കേട്ടോ. പക്ഷെ ഉണ്ടല്ലോ, തണുപ്പ് കാരണം കട്ട പിടിച്ചു. ഇപ്പൊ കാണാൻ ഒരു ഹൽവ പോലെ ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് വെളിച്ചെണ്ണ ഒന്നും ഇങ്ങനെ കട്ട പിടിക്കൂല. ഒറിജിനൽ ആട്ടിയ വെളിച്ചെണ്ണ ആവുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട പിടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന ജെമീസ് ഓയിലാണ്. നല്ല ആട്ടിയ വെളിച്ചെണ്ണയും മഞ്ചിഷ്ടയും കുങ്കുമപ്പൂവും അങ്ങനെ നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ചേർത്ത് വീട്ടിൽ തന്നെ ഒരു മായവും കലർക്കാതെ അമ്മച്ചിയുടെ കൈപ്പുണ്യത്തോടെ ഉണ്ടാക്കുന്ന എണ്ണ കേട്ടോ ജെമീസ് ഓയിൽ. ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് വിശ്വസിച്ച് തേച്ചോടും. യാമിക്കുട്ടി പ്രസവിച്ച മുതലേ ഇതാണ് കേട്ടോ തേക്കാറ്. യാമിക്കുട്ടി മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ഇത് തന്നെയാണ് തേക്കാറ്. നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ കോറി കഴിഞ്ഞാൽ ഒരു പൊടി പോലെ വരൂലേ, പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ എന്റെ കയ്യിൽ അങ്ങനെ വരാത്തത് എന്താന്ന് ഞാൻ എന്നും ജെമീസ് ഓയിൽ വെച്ചിട്ടാണ് കുളിക്കാറ്. ഇതൊരു പരസ്യമായിട്ട് പറയണല്ലോ കേട്ടോ, ശരിക്കും അങ്ങനെ തന്നെ. സ്കിന്ന് നല്ല വെളുത്ത് തുടുക്കുക അങ്ങനൊന്നല്ല, ഉള്ള സ്കിന്ന് നല്ലപോലെ ആയിട്ട് നല്ലൊരു സ്കിന്നാവാൻ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു എണ്ണ. ഒരുപാട് ആളുകൾ വാങ്ങിച്ച് നല്ല റിസൾട്ട് ഉള്ള ഒരു എണ്ണയാണ്. വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ഒരു ബോട്ടിലൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ എങ്ങനെ കിട്ടാന്ന് എല്ലാവരും ചോദിക്കും. ഇതാ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. എല്ലായിടത്തേക്കും ഓൺലൈൻ ആയിട്ട് എത്തിച്ചേരും. പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ എക്സ്കുലേറ്ററിലൊക്കെ കയറുന്ന, ഓൾക്ക് നല്ല ഇഷ്ടമായി. സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല പേടിണ്ടായിരുന്നു കേട്ടോ, ഒക്കെ കൂടെ വലിച്ചു വാരി ഇടുമെന്ന്. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായി. ഇവിടെ എത്തിയപ്പോഴാ ഈ ഡെമ്മിനെ കണ്ടപ്പോൾ ഡെമ്മിന്റെ കൂടെ നിൽക്കണം. അങ്ങനെ എന്തായാലും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ മടങ്ങി. ജെമീസ് ഓയിൽ വേണ്ടവർ ഇതാ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി.